തീപ്സിലെ കൊട്ടാരത്തിൽ കുഞ്ഞു ഹെർക്കുലീസ് ഉറങ്ങുകയാണ്. പകപൂണ്ട ഹെറ ഹെർക്കുലീസ് ഉറങ്ങുന്ന തൊട്ടിലേക്ക് 2 ഉഗ്രവിഷമുള്ള പാമ്പുകളെ അയച്ചു. ഹെർക്കുലീസിനെയും ഇരട്ട സഹോദരനായ ഇഫിക്കിൾസിനെയും കൊല്ലുക തന്നെയായിരുന്നു ഹെറയുടെ ലക്ഷ്യം. പാമ്പുകൾ തൊട്ടിലേക്ക് കയറിയപ്പോൾ ഇഫിക്കിൾസ് പേടിച്ച് കരയാൻ തുടങ്ങി. എന്നാൽ ഹെർക്കുലീസോ അവൻ പേടിച്ചില്ല. അവൻ്റെ കുഞ്ഞു കൈകൾ കൊണ്ട് 2 പാമ്പുകളുടെയും കഴുത്തിൽ മുറുക്കി പിടിച്ചു. മാതാപിതാക്കൾ ഓടിയെത്തുമ്പോൾ കാണുന്നത് 2 പാമ്പുകളെയും കൊന്ന് അവയെ കളിപ്പാട്ടങ്ങളാക്കിയ ഹെർക്കുലീസിനെയാണ്. താൻ സാധാരണക്കാരനല്ലെന്ന് ഹെർക്കുലീസ് ലോകത്തിന് കാണിച്ചു കൊടുത്തത് അവിടെ മുതലാണ്. അതോടെ അന്നത്തെ പ്രവാചകനായ ടൈറീസസ് പ്രവചിച്ചു, ഇവൻ ലോകമാകെ അറിയുന്ന വീരനാകും. ഭാവിയിൽ ഇവൻ വലിയ രാക്ഷസന്മാരെ കൊല ചെയ്യും. ജസ്പ്രീത് ബുംറയ്ക്ക് പിന്നാലെ സാക്ഷാൽ ജോഷ് ഹേസൽവുഡിനെയും വൈഭവ് സൂര്യവംശി തൂക്കിയടിക്കുമ്പോൾ എനിക്ക് ഓർമ്മ വന്നത് ഈ ഗ്രീക്ക് കഥയാണ്. ഒരു യുഗപ്പിറവിക്ക് വേണ്ട എല്ലാ ചേരുവകളും ഒത്തുചേർന്ന ഒരുവൻ തന്നെയാണ് ഈ 15കാരൻ. 13-ാം വയസ്സിൽ രാജസ്ഥാൻ റോയൽസ് അവനെ റഞ്ചുമ്പോളേ അതൊരു അത്ഭുതമായിരുന്നു. IPL-ൽ ആദ്യ പന്തിൽ തന്നെ 6 അടിച്ചപ്പോൾ അതൊരു മഹാത്ഭുതമായി. പിന്നാലെ ഒരു സെഞ്ചുറി കൂടി കുറിച്ചപ്പോൾ അതൊന്നുകൂടി ഉറപ്പിച്ചു. പിന്നീട് ഇന്ത്യൻ കൗമാരക്കുപ്പായത്തിലും വിജയ് ഹസാരെ ട്രോഫിയിലുമെല്ലാം ആ അത്ഭുതം തുടർന്നുകൊണ്ടേയിരിക്കുന്നു. ഈ IPL-ൽ 4 മത്സരങ്ങൾ തീരുമ്പോൾ വൈഭവ് അടിച്ചുകൂട്ടിയത് 200 റൺസാണ്. സ്ട്രൈക്ക് റേറ്റ് 266, 18 സിക്സറുകൾ, 18 ബൗണ്ടറികൾ. സോഷ്യൽ മീഡിയയിൽ ആരോ പറഞ്ഞ പോലെ, ദൈവമേ ഈ കുഞ്ഞിനെ കാത്തോളണേ. ഗുവാഹത്തിയിലെ ബർസ്പെറ സ്റ്റേഡിയത്തിൽ RCB തങ്ങളുടെ ബെറ്റ് ഡെപ്ത് കാണിച്ച ദിവസമായിരുന്നു ഇന്നലെ. കാരണം 76-ന് 5-ാമനും 94-ന് 6-ാമനും തിരിഞ്ഞു നടന്നിട്ടും 201 എന്ന മികച്ച സ്കോറിലേക്ക് അവരെത്തി. അതോടെ RCBക്ക് വിജയ പ്രതീക്ഷയുമുണ്ടായിരുന്നു. കാരണം ഇന്ന് മത്സരത്തിൽ പന്തെറിയാൻ ജോഷ് ഹേസൽവുഡ് കൂടിയുണ്ട്. അഭിനന്ദൻ സിംഗിനെയും ഭുവനേശ്വറിനെയും വൈഭവ് അടിച്ചപ്പോഴും RCB ആരാധകർ കുലുങ്ങിയില്ല. കാരണം ഹേസൽവുഡ് വരാനുണ്ടല്ലോ എന്ന പ്രതീക്ഷയായിരുന്നു അവർക്ക്. ഹേസൽവുഡ് പന്തെടുക്കുമ്പോൾ ധ്രുവ് ജുറേലായിരുന്നു ക്രീസിൽ. ആദ്യ പന്ത് ഡോട്ട് ബോൾ, 2-ാം പന്തിൽ ഒരു സിംഗിൾ. അഥവാ 3-ാം പന്ത് ഫേസ് ചെയ്യുന്നത് വൈഭവ് സൂര്യവംശി. ആദ്യ പന്ത് തന്നെ ഒരു ലേറ്റ് ഷോട്ടിലൂടെ ബൗണ്ടറിലേക്ക്, അടുത്ത പന്തും വീണത് ബൗണ്ടറിലേക്ക്. ആത്മവിശ്വാസം വീണ്ടെടുത്തുവെന്ന തന്നെ അടുത്ത പന്തിലും കവറിലേക്ക് പറത്തുമ്പോൾ ഹേസൽവുഡും ചിന്തിച്ചിരിക്കും, ഇതൊരു സാധാരണ പയ്യനല്ല. പക്ഷേ അവിടം കൊണ്ടും തീർന്നില്ല. ഹേസൽവുഡിൻ്റെ അടുത്ത പന്ത് വീണത് ഡീപ് സ്ക്വയർ ലെഗിൽ ബൗണ്ടറി വരക്കപ്പുറം. ഹേസൽവുഡിൻ്റെ 4 പന്തുകളിൽ വൈഭവ് അടിച്ചുകൂട്ടിയത് 20 റൺസ്. കളിയുടെ മൊമെൻറ്റം പൂർണ്ണമായും രാജസ്ഥാനിലേക്ക് ഷിഫ്റ്റ് ചെയ്തത് അവിടെ മുതലാണ്. ആ ഓവറോടെ പിൻവലിഞ്ഞ ഹേസൽവുഡ് അടുത്ത ഓവർ എറിയുന്നത് വൈഭവ് സൂര്യവംശി പുറത്തായ ശേഷം 10-ാം ഓവറിൽ മാത്രമാണ്. പിന്നീടുള്ള ഓവറുകളിൽ ഹേസൽവുഡ് തൻ്റെ ക്ലാസ് കാണിക്കുകയും ചെയ്തു. പക്ഷേ മറുവശത്ത് വൈഭവ് നിർബാധം അടി തുറന്നുകൊണ്ടേയിരിക്കുകയായിരുന്നു. ഭുവനേശ്വർ കുമാറിനെ തുടർച്ചയായ 2-ാം സിക്സറിന് പറത്തി അർദ്ധ സെഞ്ചുറി കുറിക്കാൻ വൈഭവിന് വേണ്ടി വന്നത് വെറും 15 പന്തുകൾ മാത്രം. 9-ാം ഓവറിൽ കുണാൽ പാണ്ഡ്യയുടെ പന്തിൽ കോഹ്ലിക്ക് ക്യാച്ച് കൊടുത്ത് തിരിഞ്ഞു നടക്കുമ്പോൾ രാജസ്ഥാൻ സ്കോർ 129-ലെത്തിയിരുന്നു. 26 പന്തിൽ നിന്നും 78 റൺസ് അടിച്ചെടുത്തിട്ടും സ്വയം തൃപ്തി പോരാത്ത വിധമായിരുന്നു വൈഭവിൻ്റെ റിയാക്ഷൻ. തൊട്ടു മുമ്പുള്ള മുംബൈക്കെതിരായ മത്സരത്തിൽ സാക്ഷാൽ ജസ്പ്രീത് ബുംറയെ വൈഭവ് സിക്സറോടെയാണ് വരവേറ്റിരുന്നത്. ആ ഓവറിൽ ഒരിക്കൽ കൂടി ബുംറയെ വൈഭവ് ഗാലറിയിലേക്ക് പറത്തിറക്കുന്നുണ്ട്. ബുംറയ്ക്ക് മാത്രമല്ല, അന്ന് 10 ബോൾട്ടിനും കിട്ടിയിരുന്നു ഒരു സിക്സർ. എന്താണ് വൈഭവിൻ്റെ ബാറ്റിംഗ് രഹസ്യം? അതിന് പിന്നിൽ പല കാരണങ്ങളുമുണ്ട്. പ്രധാനമായും ബാറ്റ് സ്പീഡ് തന്നെയാണ്. ഏത് പന്തിനെയും, അത് നല്ല പന്തായാലും മോശം പന്തായാലും, അടിച്ച് തെറിപ്പിക്കാനുള്ള കരുത്ത കൈകൾക്കുണ്ട്. വൈഭവിൻ്റെ ബാറ്റിങ്ങിലെ പ്രധാന രഹസ്യം അദ്ദേഹം പന്തിനെ നേരിടുന്നത് വളരെ വൈകിയാണെന്നതാണ്. മറ്റുള്ള ബാറ്റർമാർ പന്ത് എവിടെ വരുമെന്ന് പ്രവചിച്ച് ഷോട്ട് കളിക്കുമ്പോൾ വൈഭവ് കൂടുതലും പന്ത് പിച്ച് ചെയ്ത ശേഷമാണ് പ്രതികരിക്കുന്നത്. ഇത് ബൗളറുടെ വേരിയേഷനുകൾ മനസ്സിലാക്കാൻ അദ്ദേഹത്തെ സഹായിക്കുന്നു. മറ്റൊന്ന് റിസ്റ്റ് പവറാണ്. തൻ്റെ കൈത്തണ്ടയുടെ കരുത്ത് ഉപയോഗിച്ച് പന്തിനെ തട്ടിത്തെറിപ്പിക്കാൻ വൈഭവിന് പ്രത്യേകം എടുക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ പന്ത് ശരീരം ലക്ഷ്യമാക്കി വരുമ്പോൾ പോലും ഷോട്ട് കണ്ടെത്താൻ അദ്ദേഹത്തിനാകുന്നു. സ്പിൻ ബൗളിങ്ങിനെതിരെയും വൈഭവിന് മികച്ച റെക്കോർഡുണ്ട്. സ്പിൻ ബൗളർമാർക്കെതിരെ പന്തിൻ്റെ ഗതി മനസ്സിലാക്കി ക്രീസിന് പുറത്തേക്ക് ഇറങ്ങി കളിക്കാനും അദ്ദേഹത്തിന് സാധിക്കുന്നു. പക്ഷേ ഇതിനേക്കാളെല്ലാം വൈഭവിനെ കരുത്തനാക്കുന്നത് ആ ഫിയർലെസ് അപ്രോച്ച് തന്നെയാണ്. കളിക്കളത്തിൽ പക്വതയുണ്ടെങ്കിലും കളിക്കളത്തിന് പുറത്ത് വൈഭവ് ഇന്നും കുട്ടി തന്നെയാണ്. ടീമിലെ എല്ലാവരും അവനെ ഒരു കുട്ടിയെ പോലെ തന്നെയാണ് ട്രീറ്റ് ചെയ്യുന്നത്. അവന് ഇഷ്ടമുള്ള ഭക്ഷണം കൊടുക്കലും പുറത്തു കൊണ്ടുപോകലുമൊക്കെ ടീം ഉറപ്പുവരുത്തുന്നുണ്ട് എന്നാണ് രാജസ്ഥാൻ റോയൽസ് ക്യാപ്റ്റൻ റിയാൻ പരാഗ് പറയുന്നത്. വൈഭവ് ഇന്ത്യൻ ടീമിലേക്ക് എന്ന് വരും? ഈ ചോദ്യം അന്തരീക്ഷത്തിൽ കിടന്ന് കറങ്ങാൻ തുടങ്ങിയിട്ട് കാലം കുറച്ചായി. ഇതുവരെയും 15 വയസ്സ് തികയണമെന്ന ICC റൂളായിരുന്നു കാരണമായി പറഞ്ഞിരുന്നത്. ഈ മാർച്ചിൽ അതും പൂർത്തിയായിട്ടുണ്ട്. ഈ വർഷം തന്നെ വൈഭവ് ഇന്ത്യൻ കുപ്പായത്തിൽ ഇറങ്ങേറുമെന്നാണ് സകലരുടെയും പ്രതീക്ഷ. എന്നാൽ അനിൽ കുംബ്ലെയെ പോലുള്ളവർ വൈഭവിന് വളരാൻ ഇനിയും സമയം നൽകണമെന്ന അഭിപ്രായക്കാരാണ്. എന്തായാലും ഒന്നുറപ്പിക്കാം, ഇതുവരെയുള്ള പെർഫോമൻസ് നോക്കുമ്പോൾ ഇതുപോലൊരുവൻ ഇതുവരെയും വന്നിട്ടില്ല.